ഈ ഒരു വളം ചെയ്ത് കൊടുത്താൽ റോസ് ചെടിയിൽ നിറയെ പൂക്കൾ കൊലകുത്തി വരുന്നുള്ളതാണ്. അപ്പോൾ മൊട്ടുകളും അതേപോലെ തന്നെ പൂക്കളും തിങ്ങി നിറഞ്ഞ് വരാനായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം റോസ് ചെടി വലിയൊരു ചെടിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ആ ബ്രാഞ്ചുകളിലൊക്കെ നമുക്ക് ഓരോരോ ബ്രാഞ്ചിലും നമുക്ക് കൂടുതൽ പൂക്കൾ വരും. അപ്പോഴാണ് വലിയൊരു ചെടിയും അതേപോലെ തന്നെ നിറച്ചും പൂക്കൾ കിട്ടുകയുള്ളൂ. ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്സുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പൂച്ചെടിയിൽ നിറച്ചും കൊലകൊലയായിട്ട് നമുക്ക് പൂക്കൾ വരികയും ചെയ്യും, വലിയൊരു ചെടിയാക്കി എടുക്കുകയും ചെയ്യാം. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുക. അപ്പോൾ ഇതേൽ കണ്ടോ നിറച്ചും നമുക്ക് തിളർപ്പുകൾ വന്നിട്ടുണ്ട്, കുറച്ചധികം പൂക്കളും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തിളർപ്പിലൊക്കെ നിറയെ പൂക്കൾ വരുമ്പോഴാണ് നമുക്ക് വലിയ ചെടിയായിട്ട് കിട്ടുക. അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കുറച്ചധികം ബ്രാഞ്ചുകൾ വന്നിട്ട് എല്ലാത്തിലും നമുക്ക് പൂമുട്ടുകൾ ഉണ്ടാവില്ല അതേപോലെ. അപ്പോൾ പൂമുട്ടുകൾ ഇല്ലാത്ത വലിയ ബ്രാഞ്ചുകളായിട്ട് വന്നിട്ടുള്ള ആ കമ്പുകളൊക്കെ ഒന്ന് പൂക്കളുള്ള കൊമ്പുകൾ നിർത്തിയിട്ട് ബാക്കിയുള്ളത് പെട്ടെന്ന് തന്നെ ഒന്ന് വെട്ടി മാറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് ചെടി നല്ല സ്ട്രോങ് ആയിട്ട് നന്നായിട്ട് അടിഭാഗത്ത് നിന്നുണ്ടോ അതേപോലെ വെട്ടിക്കൊടുത്ത ഭാഗത്തു നിന്ന് പുതിയ പുതിയ ബ്രാഞ്ചുകൾ വരികയും അതിൽ നല്ല നല്ല ആ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുള്ളൂ. അപ്പോൾ ചൂട് ഭാഗത്തുനിന്ന് ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് മുകളിലേക്ക് വെച്ചിട്ട് ഇതേപോലെ പൂക്കളില്ലാത്ത ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. നന്നായിട്ട് നമ്മൾ പറയുന്ന വളങ്ങൾ കൂടി ചെയ്ത് കൊടുത്താൽ നമുക്ക് 2 രീതിയിൽ വളങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. 2 രീതി ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ടായിരിക്കും റോസ് ചെടിക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഈ ഒരു വളം നമുക്ക് കഞ്ഞിവെള്ളം പകുതി ഭാഗത്തേക്ക് എടുത്തിട്ട് ഉണ്ടാക്കാം. അതേപോലെ തന്നെ നമുക്ക് ചാണകപ്പാൽ പകുതി ഭാഗത്തേക്ക് എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ഇത് മിക്സ് ചെയ്ത് കൊടുത്താലും നമുക്ക് നല്ല റിസൾട്ടാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഇതേപോലെ കഞ്ഞിവെള്ളത്തിൽ ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അടുത്ത പ്രാവശ്യം ഒഴിക്കുന്ന സമയത്ത് ചാണകപ്പാലിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് കണ്ടോ ചെറിയ ചെറിയ ചെടിയാണെങ്കിലും അതിന്ന് കൂടുതൽ ബ്രാഞ്ചുകൾ വരികയും ചെയ്യും. മറ്റ് ചെടികൾ കണ്ടോ കാക്കാപ്പൂവൊക്കെ നമ്മളിതിൻ്റെ ചോട്ടിൽ നട്ട് വളർത്തിയിട്ടുണ്ട് റോസ് ചെടിയിൽ തന്നെ. അപ്പോൾ റോസ് ചെടിയത്തെ പൂക്കളൊക്കെ കഴിയുമ്പോഴത്തേക്ക് അടിഭാഗത്തുനിന്ന് ഈ ഒരു കാക്കാപ്പൂ ചെടിയിൽ നിന്നൊക്കെ നിറച്ച് പൂക്കൾ വരും. അപ്പോൾ എല്ലാ സമയത്തും പൂക്കളുണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടതാണ് ഇതേപോലെ കടലപ്പിണ്ണാക്ക്, പശുവിന് കൊടുക്കുന്ന കടലപ്പിണ്ണാക്ക് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പിണ്ണാക്ക് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കൊരു 50 ഗ്രാമാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 10-30 റോസ് ചെടിക്കൊക്കെ നമുക്ക് വളം ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പം നമ്മളിവിടെ 1/2 ലിറ്റർ നല്ല ചൂടുള്ള കുത്തരിച്ചോറിൻ്റെ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിലേക്ക് നമ്മൾ 1/2 ലിറ്റർ വെള്ളത്തിൽ 50 ഗ്രാം കടലപ്പിണ്ണാക്ക് ആദ്യം നമ്മൾ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഈ കുതിർത്തി വെച്ചത് നമ്മൾ നന്നായിട്ടൊന്ന് പുളിപ്പിച്ചെടുക്കണം. അത് തുടർന്നുള്ള സമയത്ത് പറയുന്നുണ്ട്, പ്രത്യേക രീതിയിൽ വേണം പുളിപ്പിച്ചെടുക്കാൻ. അപ്പോൾ നമ്മളിത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്ത് 1 ലിറ്റർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കഞ്ഞിവെള്ളവും അതേപോലെ തന്നെ ഈ കടലപ്പിണ്ണാക്കും നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല വെയിലത്ത് തന്നെ നമ്മൾ വെച്ചിട്ട് അടച്ചു വെക്കണം. അടച്ചു വെച്ചതിന് ശേഷം ഒരു 4 ദിവസം അവിടെ വെക്കുക. അതിന് ശേഷം നമുക്ക് എടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുത്ത് 1 ദിവസം കൂടി വെക്കുക. അങ്ങനെ 5 ദിവസം കഴിയുമ്പോൾ നമുക്ക് 1/2 ലിറ്റർ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വളവും 1/2 ലിറ്റർ പച്ചവെള്ളവും ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്നിൻ്റെ ചുവട്ടിൽ വലിയ പോട്ടും വലിയ ചെടിയൊക്കെ ആണെങ്കിൽ 1 കപ്പൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം അതേപോലെ നമുക്ക് ഇത് എത്രത്തോളം ഉണ്ടാക്കുന്നോ അത്രത്തോളം ചെടികളുണ്ടോ അത്രത്തോളം ചെടികൾക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 1/2 കിലോ പിണ്ണാക്കുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വളം ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മൾ ഇതേപോലെ ഒരുപാട് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ചെടി ഇതുണ്ടാവും. ഇതിലൊക്കെ നിറച്ചും പൂക്കൾ വന്നിട്ടുണ്ട്. ഇനി അത് ഒന്നുകൂടി പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ അതേപോലെ കുറച്ചധികം ബ്രാഞ്ചുകൾ വരും. അതിൽ പൂക്കൾ ഉണ്ടായി കഴിയുമ്പോൾ ഒന്നുകൂടി പ്രൂൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേപോലെ ചെടി നമ്മളിങ്ങനെ വലുതാക്കി കൊണ്ടുവരണം. അപ്പോൾ അതേപോലെ ബ്രാഞ്ച് വരാനുള്ള കുറച്ചധികം ടിപ്സുകൾ കൂടിയും തുടർന്നുള്ള വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം തന്നെ അടുത്ത വീഡിയോ ഉണ്ടാവും. അപ്പോൾ അതിൽ ഇതേപോലെ നന്നായിട്ട് വരാനായിട്ട് മുട്ട് കറുത്ത് പോകുന്ന പ്രശ്നം, വിരിയാതെ റോസുകൾ നിൽക്കുന്ന പ്രശ്നം, ഇതിനൊക്കെ പരിഹാരം നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല വീഡിയോ നല്ല കണ്ടൻറ്റായിട്ട് അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. ബൈ ബൈ.